എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരതെ ഇന്ന് ഞാൻ പൊതി കെട്ടിയായിരുന്നു. അപ്പൊ പൊതി കെട്ടിന്റെ ബാക്കി മിച്ചത്തെ വാഴയിലുണ്ട്. അപ്പൊ ഞാനോർത്തെ നമുക്ക് അട പുഴുങ്ങി തിന്നാവുന്നു. അട എനിക്കിഷ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അട വേണം അച്ഛനോടൊന്ന് ചോദിക്കാം. അച്ഛനും കൂടി വേണം. നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. അട വേണം. അടേ എന്നാ കൊണ്ടുപോവാ. ഇച്ചിരി കാപ്പി കൊടുത്തു. അല്ലി ഇവിടെ മര്യാദക്ക് ഇരുന്ന് എന്നോട് വിളിച്ചും പറഞ്ഞ അട വേണമെന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് അട എന്നുവെച്ചാൽ കട്ടൻ കാപ്പിൽ എടുത്തോളാൻ പറഞ്ഞതല്ലേ. പിന്നെ ഇത് എന്നാ ഇണക്കാൻ പോകുന്നത്? പിന്നെ ശരണി എന്തിനാണ് അച്ഛനോട് ചോദിക്കാൻ വന്നത്? ഓ മിച്ചം വന്ന ഇല വരെയും കളയരുത് എന്ന് കണക്കൂട്ടിക്കൊണ്ടാണ് ശരണി അത് പറഞ്ഞത് അല്ലേ? അല്ലച്ചാ, പിന്നെ അട വേണമെങ്കിൽ കൂടുതൽ ഇണക്കണമെങ്കിൽ അച്ഛന് വേണമെന്നറിയാനാണ് ചോദിക്കാൻ വന്നത് അല്ലേ? ഞാൻ കേട്ടത് അതല്ല. അച്ഛ അട വേണം. അപ്പൊ ഞാൻ യഥാർത്ഥമായിട്ട് ശുചിമോനാണെങ്കിൽ ഇവനല്ലേ കണക്കൂട്ടുള്ളൂ. ഞാൻ പറയുമ്പോ തിരുത്തരുത്. അപ്പൊ ഇനി എന്താണ് അച്ഛൻ എന്നാ ചെയ്യുന്നത്? എന്നാണ് അതിനാണ് എന്നെ വിളിച്ചത്. ഈർദിയോ മഹാഭാവം കിടന്ന് ഉറങ്ങണ ഉടനെ അടുത്തത് അല്ല ഞാൻ ചോദിക്കട്ടെ, എന്താണ് മകളുടെ പ്ലാൻ? അല്ലെ അട ഞാൻ പറഞ്ഞില്ല, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സന്തോഷത്തിന്റെ പുറത്താണ് ഞാൻ ഉടനെ കണ്ട ഓക്കെ കണ്ട ഞാൻ പറയാം ചെല്ലട്ടെ. കാര്യം ഒരു അട തിന്നാല്ല പോയി. അല്ലേ പിന്നെ ഞാൻ പറഞ്ഞ ശരേ വരുന്നേ എന്തായി? അല്ലേ ഇവിടെ വന്നപ്പോ അവിടെ ഒരു അഭിപ്രായം വിളിച്ചു വരുത്തിയാച്ചും പറയണ പറച്ചില് കേട്ടോ. ഇനി വല്ല മാറ്റം വരുമോ? ഇപ്പൊ അടയില്ല, സേവയില്ല. ഇച്ചിരി കട്ടൻ കാപ്പിയിൽ തരാമെങ്കിൽ വെള്ളം എടുക്കാം. ഞാനിനി വെള്ളം എടുക്കാൻ പോണെങ്കിൽ അടുത്ത ഇവിടെ പൈപ്പിൽ പോയി കൊടുക്കണം. ഇത് വല്ലതും കൊടുക്കുക. ആ മഹാഭാവം അവിടെ പോകും. അല്ല ഒന്ന് ആലോചിച്ച് അപ്പൊ ഒന്ന് എന്നെ ഇട്ടുണ്ട് ഒന്ന് ഭയ ഒന്ന് കളിപ്പിക്കുക ഇങ്ങനെ അല്ലേ? ഇനി തേങ്ങാക്ക് വേറെ എന്താ പറയുക? ഒന്നും എന്റെ ശരണ്യൊക്കെ എങ്ങനെങ്കിലും ഒന്ന് ഇണക്കി ഒരു അട അച്ഛന് കൊട്. തേങ്ങ ഞാൻ ആ തേങ്ങ കൂടി ചെരണ്ടി തിരികെ കൊടുത്താൽ തരാന്നാണ് പറയണത്. എന്നാ അച്ഛന് പാവം അമ്മ അങ്ങനെ കാര്യം വല്ലാതെ കിടക്കണ കാരണം അച്ഛന് പണി കിട്ടി. അല്ല എന്നാലും ഒരു അടവില്ല. അല്ല അതിന്റെ അമ്മ കേട്ട് അമ്മ എഴുന്നേറ്റിരിക്കുകയാണ്. കാരണം എന്താ അറിയാം, അട അമ്മക്കും കിട്ടുമെന്ന് പറഞ്ഞു. അതെ അപ്പൊ എല്ലാവർക്കും സംശയമല്ല ഞാൻ വലിയ കുപ്പി നെയ്യ് മേടിക്കുന്നില്ലെന്ന്. അതെ, വീട്ടിൽ ഇരുന്നത് എടുത്തോണ്ട് പോന്ന്. ചങ്ങനാശ്ശേരി വീട്ടിൽ ഇരുന്ന നെയ്യ് എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്ന്. ഒരു തവിയും കിട്ടിയത്. കണ്ട കൂട്ടുകാരെ, അപ്പൊ അടക്കായിട്ട് ശരണ്യ കുറച്ച് എന്നാമാണ് ശരണ്യ ഒന്ന് പറഞ്ഞു കൊടുത്ത്. ആട്ട ആട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ആട്ടിക്കൊണ്ടാണല്ലോ പറഞ്ഞത്. എന്താണ് ശരണ്യ? നിങ്ങളുടെ ബഹളം കണ്ട് എണീറ്റ് അമ്മയും പോന്നു. കണ്ട നിങ്ങളുടെ അടുക്കള ഇവര് രണ്ടുപേരും കൂടി കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, അതെ അച്ഛൻ ആക്റ്റീവാണ് ഇന്ന് അല്ലേ അച്ഛൻ?
ദേ കണ്ട ദേ അമ്മയും വന്ന് എന്താണ് രണ്ടുപേരും കൂടി പ്ലാനിങ്. ശർക്കര ഉണ്ടോന്ന് നോക്കിയതാ. ശർക്കര ഇല്ലേ അമ്മേ? എന്റെ പൊന്നെ, എനിക്ക് അട വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അച്ഛാ അച്ഛൻ അച്ഛാ ഇച്ചിരി ഞാൻ ചേരിട്ടുണ്ട് വെച്ചേക്കട്ടെ. അല്ല അച്ഛാ, അച്ഛൻ തേങ്ങ ചിരണ്ടിയത് വെറുതെ, ശർക്കര ഇല്ല. ആ ഉണ്ടെന്ന് 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 ആ ശർക്കര ഉണ്ട്. അച്ഛൻ വെച്ചു ഉണ്ട്. രക്ഷപ്പെട്ട ദൈവമേ, ഇപ്പൊ മഹാഭാവ അത് അവിടെ തേങ്ങ ചിരണ്ടി കൊണ്ടിരിക്കണത് വെറുതെ ആയി പോയേനെ. ഇതായി പോകത്തില്ല. അല്ല ഒരു കാര്യമുണ്ട്. ആ. ഉടനെ പണി ആർക്ക് കിട്ടുമെന്നറിയാവോ? അല്ല ചെയ്യുമ്പോൾ മനസ്സിലായില്ല. എനിക്ക് കിട്ടും പണി. ശർക്കര മേടിക്കാൻ പോകാൻ എന്നെ വിടും. അല്ല ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ജീവിതം മനസ്സിലായി. അട തിന്നാതെ ആണെങ്കിൽ ഇന്ന് അട തിന്നിട്ട് എവിടെ പോകുള്ളൂ ഞാൻ. വേഗം ചെയ്യണ്ട അച്ഛാ. ശർക്കര കിട്ടിയോണ്ടല്ലേ ശരണ്യ അങ്ങനെ പറയണ. അതെ അതെ, ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ എന്നാണ് ഇനി ശർക്കരയൊക്കെ അതെ കണ്ട അതെ ഒരു ശർക്കര കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം. അപ്പൊ ഇതിനി ഒന്ന് ചീവിയൊക്കെ എടുക്കാം. അപ്പൊ ഞാൻ ചെയ്യേണ്ടി എടുക്കാം. അച്ഛാ ഓ ഞാൻ ചിരണ്ടി തന്നെ. അതിന്റെ ചെണ്ട് തീരാ പേപ്പറാണോ ഇത്? അല്ല എന്നാലും ശരണ്യ പറഞ്ഞ നല്ല കാര്യമാണ്. നേരെ എണ്ണ പലഹാരം ഇപ്പൊ കഴിക്കണ്ട, അപ്പൊ നല്ലതാണ്. ശരണ്യ ഞാൻ പാത്രം ഞാൻ പാത്രം ശരണ്യ ഇതെല്ലാം ശർക്കര ഇല്ലെന്ന് പറയുമ്പോ കിലോ കണക്ക് ശർക്കര കഴുകിയിരിക്കും. അത് കണ്ട ആ ഞാൻ കഷ്ടകാലത്തിന് അട വേണോന്ന് ചോദിച്ചു. ഞാൻ പാത്രം കഴുകാൻ വന്നപ്പോ ഞാൻ മര്യാദക്ക് അവിടെ ഇരുന്നതല്ലേ. എന്താണ് അമ്മ മിണ്ടാത്ത? അമ്മ ഉറക്കപ്പിച്ചിലാന്ന് ചെയ്യണമെന്ന് തോന്നണ് അല്ലേ? ആ അത് തന്നെയല്ല, നമുക്ക് കാലുമേലാത്തതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ എന്റെ ശരണ്യ, എന്താ ഞാൻ ഈ വീഡിയോ എടുത്തന്നെ നിൽക്കണേ, എനിക്ക് ഒരു പണിയും ഇല്ലേ? എന്നാ പണിയാണ്? നമുക്ക് കഴിക്കാം. ആ കഴിക്കണ പരിപാടി എനിക്കാണല്ലേ? അല്ലല്ലേ ശരീരം നന്നാക്കണ്ടായോ? കണ്ട ഇത് മതിയല്ലേ? അത് പോരാ പോരാ. ഇത്ര നാളോടെ ഇല്ല. എനിക്ക് വേണ്ട കേട്ടോ. ആ എന്നാ നിങ്ങള് എല്ലാരും കൂടി അങ്ങോട്ട് അടയണക്ക്. അല്ല ഇഡലി പാത്രത്തിന് വേണോ എന്താന്ന് തീരുമാനമായില്ല. അച്ഛാ ഇഡലി പാത്രത്തിൽ വേണോ? എന്ത് വേണം? സരസയുടെ ഒരു താല്പര്യം എന്താണ്? ഞാൻ നോക്കിയിട്ട് ആദ്യം ഇത് ഇച്ചെടുക്കണം, അതായത് തല്ലിട്ട് മുറിച്ചെടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അച്ഛൻ്റെ കണ്ട തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അച്ഛന് വല്ല പരിപാടി ഉണ്ടാ ശരണ്യ? ഇല്ല. പാവം അച്ഛനപ്പം രക്ഷപ്പെട്ട്. ശരണ്യ ഇത് ഇന്നെങ്ങാണ്ട് തീരുവാ. എന്റെ കൈ പിടിക്കണേ. ശർക്കര ഇച്ചിരി വലുതാണ്. ശർക്കര ഇച്ചിരി വലുതായി, എന്നിട്ട് ഇവിടെ ഇല്ല ഇല്ലെന്ന് പറഞ്ഞ് വേളമൊക്കെ ആയിരുന്നു. ആ ശർക്കര ഇല്ല ഇല്ലെന്ന് പറഞ്ഞ് ഷുഗറുള്ള ഇത് മതിയല്ലേ? ആ മതി 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 മതി, ഇത്രയും മതി കേട്ടാ. ഒത്തിരി ശർക്കരയെ കൊള്ളത്തില്ല. മധുരം വേണ്ട. മാതിരി ഇല്ല. ആ അമ്മ മധുരം എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അമ്മ. ഇതങ്ങോട്ട് വെച്ചേ. ഇച്ചിരി മധുരം വേണം. അല്ലെങ്കിൽ ഞാനിതൊന്ന് വെച്ചോട്ടെ കേട്ടോ. കണ്ട അച്ഛനെ കൊണ്ട് തിരുമിച്ച ശർക്കര. ഞാൻ ചോദിച്ചു അതല്ലേ ശർക്കരക്ക് ഇച്ചിരി കല്ല് പോലും ശർക്കര, ആ മറയൂർ ശർക്കര മറ്റേ ആണോ? അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശനിയുടെ കൈക്ക് കല്ലും മണ്ണൊന്നും ഇല്ല കേട്ടോ. നല്ല ശർക്കര. ആ മറയൂർ ശർക്കര. എങ്ങനെയാ ശരണ്യ അങ്ങനത്തെ മാവൊക്കെ കുഴച്ചോണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങള് അടിച്ചു പൊളിച്ചൊരു അട. ഇത് ശരണ്യ എന്താ? എവിടം വരെ നമ്മുടെ ഇത്? ഒന്നും ആയില്ല. ഞാൻ ദേ ഇവിടെ വാദിക്ക് ഒരു ചേട്ടൻ വന്നപ്പോ വർത്താനം പറയാൻ പോയിട്ടായിരുന്നു. ഞാനേ ആ അപ്പൊ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അതങ്ങോട്ട് ആ നമ്മുടെ ഇഡലി പാത്രം വെച്ചല്ല. ഇഡലി പാത്രം വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അത് കഴുകിക്കൊണ്ടിരിക്കുന്നു. ബാക്കി പിന്നെ കഴുകാം. ആ എന്നാ ശരി. അപ്പൊ ഇതിനി ചൂടാകണം അല്ലേ ഇഡലി പാത്രം? വെച്ചേക്കാം. നമുക്ക് അട ആ പിടിച്ചാം. അട റെഡിയാക്കാൻ പോണു അല്ലേ? ആണല്ലേ? ആ ഇതെന്നാടെയാണ് ശരണ്യ? മറ്റേ ഒന്നിച്ചു കുഴച്ചിട്ടുള്ളതല്ലേ? അപ്പൊ അല്ല. അല്ലല്ലേ? അത് എന്തുവാ? അത് എന്താ അതിന്റെ പേര് പറയാമല്ലോ. ആ അടയെന്ന് എനിക്കറിയാം. ഇതാണ് നമ്മുടെ വാഴയില. ഇതെല്ലാത്തിനും അടയെന്ന് പേരിടരുതായിരുന്നു, പലതിനും പല പേരിടണം. ഓട്ടട. പല നാട്ടിൽ പല പേര്. കൈ മുറിക്കരുത് കേട്ടാ, ഞാൻ മുറിച്ചു തരാം. വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ വേണം ഓട്ടട. വർത്താനം പറഞ്ഞോണ്ട് ഇല കണ്ടിരിക്കുമ്പോ പിച്ചാത്തി തെന്നി കൈയായിട്ട് കൊള്ളരുത്. അങ്ങനെ ശരണ്യതേ ഇതൊക്കെ വെച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് അല്ലേ? കട്ടി വേണം, കട്ടി കുറച്ച് വേണം. കട്ടി കുറച്ച് മതി, കട്ടി കൂടിയെന്നാ മധുരം തോന്നിക്കുകയല്ല. ആ. ആ
ആ ഇതിന്റെ അകത്ത് വെച്ച് മടക്കണ കടയല്ലേ? അല്ല, ആരാണ് വന്ന് നിക്കണത്? അച്ഛൻ അട തിന്നാൻ ഇതൊക്കെ ഒന്ന് ഇണക്കണമെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ അട തിന്നാൻ വേണ്ടി വന്നേ. അട തിന്നണ മാത്രല്ലല്ലേ ഇണക്കോട് കാണാം. അതെ. മതിയോ? ആ ഇത് വലുതാണല്ലേ? അത്ര അങ്ങോട്ട് പരത്താൻ പറഞ്ഞപ്പോ അങ്ങോട്ട് മൊത്തം പരത്തി കളഞ്ഞു. ഇതിനി ഇലയെന്ന് പറഞ്ഞു കിട്ടുവാ ശരണ്യ? എന്താ? ഇലയെന്ന് പറഞ്ഞു കിട്ടുവാ? മതി, കുറച്ച് മതി. ഇതൊക്കെ കുറച്ച് കണ്ടാ ഇനി അങ്ങോട്ട് മടക്കിയാണ് അല്ലേ? അതെ അതെ. വലിയടയിലൊന്നും ഓ ഈ അട മടക്കി അങ്ങോട്ട് വെക്കാം. അങ്ങോട്ട് ഇനി മടക്കണ്ട. അത് ഇല മടക്കി. ആ എല്ലാം മടക്കിയോ? കൈ 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 അങ്ങോട്ട് വെക്കുമ്പോ ഈ വക്കേട്ട് കൈ കൊള്ളരുത് കേട്ടാ. അല്ലെങ്കിൽ വെക്കണത് അമ്മേനെ കൊണ്ട് വെപ്പിക്കുക അല്ലേ? അമ്മ വെച്ചേക്കട്ടാ. ആ ഇത്ര അടപ്പഴം. ആ ഇല ഇച്ചിരി നീണ്ടു നിന്നാലും കുഴപ്പമൊന്നുമില്ല അച്ഛാ. വെച്ച ഇല്ല ഇല്ല ഇതൊക്കെ അല്ല ഇല്ല, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു. ആ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മതി. 2, 3, 4. ആ 4 പേർക്കും കിട്ടി. 4 മറ്റേ ഈ കളിക്കാൻ നേരത്തെ എണ്ണണ പോലെയാണല്ലോ. അതെ. നമ്മള് കളിക്കുക, അട ഉണ്ടാക്കി. ആഹാ അപ്പൊ അങ്ങനെ കണ്ട പരത്തലെന്ന് വെച്ചെന്നാ ഒന്നൊന്നര പരത്തലാണ് അങ്ങോട്ട് പരത്തൽ. ആ എന്നാണ് ആ കുഞ്ഞിക്കൈ കൊണ്ട് വരത്തണ കാണാൻ നല്ല രസമുണ്ട്. അതെ. നല്ല വെളുത്ത കൈ കണ്ടോ? ആ ഞങ്ങൾ പറഞ്ഞില്ലേ കറുത്തതാണെന്ന്. അതെ അതെ. കണ്ടാ അപ്പൊ ശർക്കര ഇട്ടപ്പോ കറുത്ത കൈയായി. ഓ അല്ല, വെളുത്ത കൈ. ആണോ? അല്ലേ ഇത് അത് ഒരെണ്ണം വേഗമല്ല ഇത് പരത്തി വരുമ്പോ ആ നേരാണ്. അല്ലേ? ഇത് നീ എത്ര ചെയ്ത് എടുത്തു വെച്ചു. അടിച്ചത് കൊണ്ടാ. ഒരെണ്ണം കൂടുതൽ ഇരിക്കട്ടെ. ആ അത് ആർക്കാണ് തന്നെ? ഇനി അതാരെല്ലാം വന്നാൽ കൊടുക്കണ്ടായോ? അതെ നേരാണ്. ആരെങ്കിലും ആ നേരത്ത് കയറി വന്ന ഒരട കൊടുക്കണ്ടേ? ഇപ്പൊ പറയാൻ പറ്റില്ല. അത് കീറി. സാറിനെ എടുക്കുമ്പോ കറക്റ്റ് മാവ് കേട്ടോ. ആണല്ലേ? ഒരെണ്ണത്തിനും കൂടെ ഉള്ളു. ഒരെണ്ണത്തിനും കൂടെ ഉള്ളു. അതല്ലേ? ഇത് എങ്ങനെ കറക്റ്റായിട്ട്? ഞാൻ അങ്ങനെയാണ് ഒന്നും എടുത്ത കളയത്തില്ല. ആഹാ ഇത് കൃത്യമായിട്ട് എടുക്കണം. ആ അപ്പൊ ഇനി ഇതുകൂടി എല്ലാം അങ്ങോട്ട് പരത്തി നമുക്ക് പരത്തിയിട്ട് മൊത്തം കാണിച്ചു. മൊത്തം കാണിച്ചു തരാം അല്ലേ? ആ. അപ്പൊ ഇതൊന്ന് വേഗട്ടെ. കണ്ട വെച്ചിരിക്കുന്നത് കണ്ട ഇതൊക്കെ ആവി വരാൻ തുടങ്ങി. കൂട്ടുകാരെ അട എല്ലാം അടുപ്പട്ടായി നിന്ന് വെന്ത് കിട്ടട്ടെ. അപ്പൊ നമുക്ക് കട്ടൻ കാപ്പി തിളപ്പിച്ച് നമുക്ക് കുടിക്കാം. അപ്പൊ കൂട്ടുകാരെ അട വെന്തത്തോണ്ട് ഇഡലി പാത്രത്തിൽ മാറ്റി നമ്മൾ സാധാ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കണ്ട. ആ നല്ല അടിപൊളിയട. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും പോരി നമുക്ക് ഒന്നിച്ചിരുന്ന് അട കഴിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ആ വാദിക്കലായിട്ട് പോകാം. അപ്പൊ കൂട്ടുകാരെ അപ്പൊ ഞങ്ങൾ അങ്ങനെ അട കഴിക്കാൻ പോവുകയാണ്. ദേ കട്ടൻ കാപ്പി കൊണ്ട്. അതെ അച്ഛൻ അത്യാവശ്യം ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല കൂട്ടുകാരോർക്ക് എന്താണ് അച്ഛൻ ഫോൺ കൊണ്ടുവന്നത്. എന്നാ ശല്യ തന്നെ വിളിക്കാത്തി. അമ്മ അമ്മ എടുക്ക്. അല്ല അമ്മക്ക് എനിക്കിപ്പോ ശരണ്യ ശരണ്യ ഫോൺ മാറ്റി വെച്ചാ. അല്ല വേറൊരു കാര്യമുണ്ട്. ശരണ്യ എന്റെ ഞാൻ ഇവിടെ കിടന്നത് എന്റെ അടിക്കാൻ അല്ല വന്നു. ഞാൻ എന്താന്നോ കൊറേ നേരം അച്ഛൻ അല്ല, വാങ്ങി ഞാനേ പറഞ്ഞു വിളിച്ച് അച്ഛൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല ഇത് ഏതായാലും ശരണ്യ എന്റെ അടിക്കാനാണ് ആദ്യം ആടയെ പറ്റി പറഞ്ഞത്. അതാ ഞാൻ കഴിക്കും, എനിക്ക് തരാതെ തന്നെ കഴിക്കണം. അല്ലേ തിന്നോ ഇതിന്ന് എടുത്ത് തന്നെ ചെയ്യാൻ. ഇത് എല്ലാരും ഇതിൽ ആ ആ അങ്ങനെ ഇതൊക്കെ കുളിക്കണ്ടേ? എന്റെ മേത്ത് വീഴരുത്. ആ അതാണ് ഇത് ശർക്കര പാനി വീഴുവന്ന് ശർക്കര പാനി പൊളിച്ച് കാണിക്കും കൂട്ടുകാരെ. കണ്ട കണ്ട മക്കളെ ഇത് കണ്ട അടിപൊളിയാണ്. ശരണ്യ ഇന്ന് വൈകുന്നേരത്തെ ഒരു ചെറിയ പരിപാടി നടത്തുക. അപ്പൊ ഇന്നത്തെ ടേസ്റ്റ് എപ്പോഴും ഇവരല്ലേ പിന്നെ? ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. നമ്മൾക്കല്ലാത്തോണ്ടും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ്. അടിപൊളിയാണ് കേട്ടാ, സൂപ്പറാണ്. അപ്പൊ കഴിച്ചോ. ശല്യ തന്നെ ശല്യ നല്ല കഴിച്ചാമേ. നല്ല മധുര കൂടുതലാണ്. ചെറിയൊരു കട്ടൻ കാപ്പി. അതെ എനിക്ക് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. നെയ്യുടെ എല്ലാം നല്ല രുചിയാണ്. ഏതായാലും വൈകുന്നേരം അട ഉണ്ടാക്കി കട്ടൻ കാപ്പിയായിട്ട് കഴിയാടാ. ഇതാകുമ്പോ ഒരു എണ്ണ പലഹാരം അല്ല, അത് കാരണം ഞാനും കൂടി കൂടി അല്ലേ. അടിപൊളിയാണ് കൂട്ടുകാരെ. അപ്പൊ ചെറിയ ചൂടുകട കട്ടൻ കാപ്പി. അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി. എല്ലാരും ഇതുപോലെ ഇണക്കണം.
അതുപോലെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കി വെക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് വീഡിയോക്ക് വരുന്നവരെ ബൈ.